തിരുവനന്തപുരം എയർപോർട്ടിൽ കൂടി 25 കിലോ സ്വർണം കടത്തിയ കേസ് DRI റദ്ദാക്കി. ഇത് 2019 മെയ് 13 തിരുവനന്തപുരം എയർപോർട്ടിൽ കൂടി 25 കിലോ സ്വർണം KSRTCയിലെ കണ്ടക്ടറായ സുനിൽ കുമാറും അയാളുടെ സുഹൃത്ത് കഴക്കൂട്ടം വെട്ട് റോഡിലുള്ള സെറീനയും കൂടെ കടത്തിയത്. അത് DRI പിടിച്ചു, അവരുടെ പേരിൽ കേസെടുത്തു. പിന്നീട് ഇതുമായിട്ട് ബന്ധപ്പെട്ട് കസ്റ്റംസ് സൂപ്രണ്ട് രാധാകൃഷ്ണൻ 3-4 പേരെ പ്രതിയാക്കി. M. ബിജു, പ്രകാശൻ തമ്പി, വിഷ്ണു സോമസുന്ദരം എന്നിവരെ കൂടിയാണ് കസ്റ്റംസ് സൂപ്രണ്ട് രാധാകൃഷ്ണൻ പ്രതിയാക്കിയത്. ആ കേസിന്റെ ആദ്യം എടുത്ത കേസ് DRI ആണെങ്കിലും അതിന് തദനുസരണമായി മറ്റൊരു സ്വർണ്ണ കടത്ത് കേസ് 25 കിലോ സ്വർണം കടത്തിയതിന് കസ്റ്റംസ് സൂപ്രണ്ട് കേസ് എടുത്തിരുന്നു. അതുകൊണ്ട് ഒരേ സംഭവത്തിന് 2 കേസ് വരുന്നതുകൊണ്ടായിരിക്കണം DRI അത് റദ്ദാക്കിയത്. നമുക്ക് ഈ കസ്റ്റംസ് സൂപ്രണ്ട് 25 കിലോ സ്വർണം കടത്തിക്കൊണ്ട് വന്നവരെ പ്രതിയാക്കി അവരൊരു കേസ് രജിസ്റ്റർ ചെയ്യുന്നതിനകത്ത് 3 പ്രതികൾ ബാലാഭാസ്കറിന്റെ സുഹൃത്തുക്കളായിരുന്നു. ബാലാഭാസ്കർ നമുക്കറിയാം, സെപ്റ്റംബർ 2018 നമുക്ക് കഴക്കൂട്ടത്തിനടുത്ത് വെച്ച് CRP പോലീസ് ക്യാമ്പിന്റെ മുൻവശം റോഡിൽ വെച്ച് അപകടത്തിൽപ്പെട്ടു. 2018 സെപ്റ്റംബറിലാണ് ആ സംഭവം ഉണ്ടായത്. ഒക്ടോബറിൽ 2 അദ്ദേഹം മരിക്കുകയും ചെയ്തു. വളരെ വിവാദപരമായിരുന്നു ആ സംഭവം. അത് ഇന്നും അതിൻ്റെ പുകമറ കെട്ടടങ്ങിയിട്ടില്ല. കാരണം അതിനകത്ത് CBIയുടെ അന്വേഷണം നടക്കുന്നുണ്ട്. ആ കേസിനകത്ത് സ്വർണം കടത്തി എന്നുള്ളൊരു ആരോപണമുണ്ട്. കാരണം ബാലാഭാസ്കറിന്റെ പ്രോഗ്രാം എക്സിക്യൂട്ടീവുകൾ 2 പേര്, പ്രകാശൻ തമ്പിയും വിഷ്ണു സോമസുന്ദരവും, അവരായിരുന്നു ബാലാഭാസ്കറിന്റെ എല്ലാ പ്രോഗ്രാമിലും നടത്തുന്നതും അത് കണ്ടക്ട് ചെയ്യുന്നതും ഒക്കെ അവരായിരുന്നു. ബാലാഭാസ്കറിന്റെ 2 പ്രോഗ്രാം എക്സിക്യൂട്ടീവ് തന്നെയായിരുന്നു. ബാലാഭാസ്കറിന്റെ കൂടെ നടക്കുന്ന സന്ദർഭത്തിൽ തന്നെ ഇവർ സ്വർണ്ണക്കടത്ത് നടത്തിയെന്ന് കസ്റ്റംസിന് വിവരം ലഭിച്ചു. അതുമായിട്ട് ബന്ധപ്പെട്ടാണ് DRI എടുത്ത 2019 മെയ് 13 എടുത്ത 25 കിലോ സ്വർണ്ണക്കടത്ത്. ഒരു KSRTC കണ്ടക്ടറും അതുപോലെ തന്നെ സെറീന എന്ന കഴക്കൂട്ടം വെട്ട് റോഡിലുള്ള ഒരു പെൺകുട്ടിയും, അവരെയാണ് 25 കിലോ സ്വർണവുമായിട്ട് ട്രിവാൻഡ്രത്തെ എയർപോർട്ടിൽ വെച്ച് DRI പിടിക്കപ്പെടുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് ബിജു എന്ന ആളെയും പ്രകാശൻ തമ്പിയെ, വിഷ്ണു പോറ്റിയൊക്കെ കസ്റ്റംസ് ഒരു കേസെടുത്ത് രജിസ്റ്റർ ചെയ്ത്. എന്ത് വന്നാലും ശരി, ബാലാഭാസ്കർ നമുക്ക് നഷ്ടപ്പെട്ടു. അദ്ദേഹത്തിന്റെ PR ആയിരുന്ന 2 പേര് ബാലാഭാസ്കർ മരിക്കുന്നതിന് 2-3 മാസം മുമ്പ് അവർ സ്വർണം കടത്തിയതിനാണ് കസ്റ്റംസ് സൂപ്രണ്ട് രാധാകൃഷ്ണൻ കേസെടുത്തിരിക്കുന്നത്. ഈ ഒരു സംഭവത്തിൽ ബാലാഭാസ്കറിന്റെ കാറ് തൃശ്ശൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് വരുമ്പോൾ അത് ആരോ 2-3 സ്ഥലത്ത് വെച്ച് ചേസ് ചെയ്തിരുന്നു. 100, 110, 120 കിലോമീറ്റർ സ്പീഡിൽ ആ വാഹനം ചില സന്ദർഭത്തിൽ ഓടി. അതിന് പിന്നാലെ 1-2 വാഹനങ്ങൾ വന്നു. അങ്ങനെ ആ ലോക്കൽ പോലീസിന്റെ അന്വേഷണം ബാലാഭാസ്കറിന്റെ മാതാപിതാക്കളുടെ അഭ്യർത്ഥന പ്രകാരം CBI ഏറ്റെടുക്കുകയും CBI ആ കേസ് ഇപ്പോഴും അന്വേഷണം നടത്തുന്നു എന്നാണ് മനസ്സിലാകുന്നത്. എന്തായാലും സ്വർണ്ണക്കടത്ത് കേസ് നമുക്കറിയാം, UAE കോൺസുലേറ്റിലെ അവിടുന്ന് അതിലൂടെ സ്വർണം കടത്തി 21 തവണ കടത്തി. 21ാമത്തെ തവണയിലാണ് ആ സ്വർണം പിടിച്ചത്. 20-25 കിലോയോളമാണ് ഓരോ സന്ദർഭത്തിലും അത് കടത്തിക്കൊണ്ട് വരുന്നത്. അങ്ങനെ കൂട്ടിയാൽ 10-400 കിലോ സ്വർണം വന്നിരുന്നു. അതിൻ്റെ അന്വേഷണമൊക്കെ നമ്മൾ കണ്ടു. കുറേയൊക്കെ സ്വർണം പത്തനംതിട്ടയും കുറേ സ്വർണം മലപ്പുറത്തും കോഴിക്കോട്ടുമുള്ള സ്വർണ്ണക്കടക്കാരൊക്കെ വാങ്ങിച്ചതും അവർ അറസ്റ്റ് ചെയ്തൊക്കെ സംഭവം ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ അവസ്ഥ ഇപ്പോൾ എന്താണെന്ന് അറിയില്ല. എന്തായാലും കോൺസുലേറ്റിൽ കൂടെ സ്വർണം കടത്തി എന്നുള്ള വസ്തുതയാണ്. 10-400 കിലോ വന്നിരിക്കുന്നു. ആ സമയത്ത് നമുക്കറിയാം അവിടെ ഡേറ്റ്സ് അല്ലെ ഈന്തപ്പഴം അത് അവിടെ കിലോ കണക്കിന്, ടണ്ണ് കണക്കിന് വന്നു. അതിൻ്റെ കുരുവിന് പകരം അതിനകത്ത് സ്വർണം വെച്ചിരുന്നു എന്നൊക്കെ ആരോപണം അന്നുണ്ട്. അതിനകത്ത് ഈ ഡേറ്റ്സ് അല്ലെങ്കിൽ
അതുപോലെയുള്ള മധുര പലഹാരങ്ങൾ ഗൾഫിൽ നിന്ന് കൊണ്ടുവരുന്നത് കോൺസുലേറ്റിലെ അവിടുത്തെ ചാർജ് ഡി അഫെയർ ആയ വ്യക്തിക്കും അവിടുത്തെ സ്റ്റാഫിനും മറ്റും UAE-ക്കാരാണ്. അവർക്ക് കഴിക്കാനാണെന്നുള്ള വ്യാജേനയാണ് അത് കൊണ്ടുവന്നത്. അതിന് ഇത്രയും കിലോ കണക്കിന് ഡേറ്റ്സ് കൊണ്ടുവരേണ്ട ഒരു ആവശ്യമില്ല. പക്ഷെ അതിൻ്റെ അകത്ത് ഡേറ്റ്സിനകത്തുള്ള കുരുവിന് പകരം അതിനകത്ത് സ്വർണം അത്രയും കട്ടിയിൽ തിരികെ വെച്ചിരുന്നു എന്നൊക്കെ ആരോപണം വരുന്നുണ്ട്. പിന്നെ ഖുറാൻ്റെ 100 കണക്കിന് ബുക്സുകൾ അന്നത്തെ മന്ത്രിയുടെ ആവശ്യപ്രകാരം കൊണ്ടുവന്നു എന്നൊക്കെയുള്ള ധാരാളം സംഭവങ്ങൾ ഇന്നും അതങ്ങനെ അന്തരീക്ഷത്തിൽ നിലനിൽക്കുകയാണ്. അതെന്തായി, അതിനെ പറ്റി ക്ലാരിറ്റി എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും ഇതുവരെ ഒരു പ്രതിവിധി കസ്റ്റംസോ അല്ലെങ്കിൽ അതുപോലെയുള്ള DRI ഏജൻസികളോ കണ്ടെത്തിയിട്ടില്ല എന്നാണ് തോന്നുന്നു. അതിൻ്റെ ഫൈൻഡിങ് എന്താണെന്നും ഇന്ന് നമുക്കറിയത്തില്ല. അതുകൊണ്ടാണ് സ്വർണ്ണക്കടത്ത് കേസ് ഇപ്പോൾ DRIയുടെ ഒരു കേസ് അത് ക്യാൻസൽ ചെയ്ത് അത് കസ്റ്റംസ് സൂപ്രണ്ട് ആ കേസ് കൂടെ ചേർത്ത് അന്വേഷിക്കുന്നു എന്നുള്ള ഒരു വാർത്ത വന്നുകൊണ്ടാണ് DRI പിടിച്ച 25 കിലോ സ്വർണത്തിൻ്റെ കേസ് അത് റദ്ദാക്കി കസ്റ്റംസ് കമ്മീഷണറാണ് ഇപ്പോൾ ആ കേസ് അവരുടെ ആ കേസുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കേസ് അതേ രീതിയിലുള്ള ഒരു കേസ് കസ്റ്റംസും എടുത്തിട്ടുള്ളത് കൊണ്ട് ഒരു ഡബിളിങ് വരുന്നതുകൊണ്ടാകാം ആദ്യത്തെ കേസ് റദ്ദാക്കിയത് എന്നുള്ള വാർത്ത വരുന്നുണ്ട്. എന്തായാലും അതുമായിട്ട് ബന്ധപ്പെട്ട് ബാലാഭാസ്കറിൻ്റെ ആ കാറിനകത്ത് ഡ്രൈവറും ഈ കള്ളക്കടത്തുകാരും കൂടെ ചേർന്ന് PROക്കാരും ചേർന്ന് അതിനകത്ത് സ്വർണം കടത്തിയിരുന്നു. അത് എടുക്കാൻ വേണ്ടിയിട്ടുള്ള ചേസ് അപകടത്തിൽ വന്നു. ആ സമയം ആ സ്വർണം തട്ടിക്കൊണ്ടുപോയെന്നുള്ള കഥകളൊക്കെ ഇങ്ങനെ അന്തരീക്ഷത്തിൽ നിൽക്കുകയാണ്. അതേപ്പറ്റി DRI അതേപ്പറ്റി കസ്റ്റംസ് എന്താണ് പറയുന്നതെന്നറിയില്ല. പിന്നെ അതേപ്പറ്റി CBI അന്വേഷിച്ചിട്ട് അതിൻ്റെ അന്വേഷണം എവിടെ ചെന്നെന്ന് നമുക്കറിയില്ല. എങ്കിലും ഇപ്പോഴും അത് അന്വേഷണം നടക്കുന്നു എന്നാണ് ഞാൻ കരുതുന്നത്.